ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. കൊച്ചുമക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാണട്ടെ ഇന്നത്തെ ഡിന്നർ. ഇന്നിവിടെ കൊച്ചുമക്കളും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് പ്രോൺസാണ് കിട്ടിയത് കണ്ട. അപ്പോൾ എന്ത് വേണം, ഒരു പുതിയ ഐഡിയയിൽ എടുക്കാമെന്ന് പറഞ്ഞ് പ്രോൺ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബിരിയാണി വേണ്ടാത്തവർക്ക് അത് പിന്നീട് കാണിക്കാം. ഇതാ ക്യാബേജ് മെഴുക്കുവരട്ടിയുണ്ട്, കുറച്ച് ഫ്രഷ് റൈസും ഉണ്ട്, പുളിശ്ശേരി ഉണ്ടാക്കാൻ തൈര് വെച്ചിട്ടുണ്ട്. ഇതാ പൈനാപ്പിൾ ചങ്ക്സ് ഇവിടെയുണ്ട്. ഇതാ പ്രോൺ ബിരിയാണി ഒന്ന് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കാശ്മീരി ചില്ലി പൗഡറും ലേശം ഉപ്പും. ഇത് റെഡിയായി. ഫുൾ ചങ്ക്സ് വെന്ത് തുടങ്ങി. ഇത് പച്ചമുളകൊന്നും വേണ്ട, കുട്ടികൾക്ക് എരിവ് പറ്റില്ല. ഇത്തിരി മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ഇട്ട് ഉപ്പും പാകത്തിനിട്ട് ഒന്ന് ഇളക്കി. ഇനി ഇതിലോട്ട് തൈര് ഒഴിക്കുക. തൈര് ഇതിലോട്ട് ഒഴിക്കില്ല, തൈരിലോട്ട് ഇനി ഇതങ്ങോട്ട് ഇടും. എന്നിട്ട് കടുക് വറുത്ത് ഇതാ പാത്രത്തിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞു. ഗ്രാൻഡ്മ കുക്കിംഗ് ആണല്ലോ, അപ്പം കടുക് താളിക്കുന്നതോടുകൂടി ജീരകമുണ്ട്, ഉലുവയും നല്ലോണം പൊട്ടുന്നു. അപ്പോൾ മുളകിട്ടു. കാര്യം നമ്മൾ മുളകിട്ടിട്ടില്ലല്ലോ. കറിവേപ്പില ഇടാം. വെളുത്തുള്ളി പൊടിയാണ്, ഗാർലിക് പൗഡർ. അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ഇട്ട് വേവിക്കാമായിരുന്നു, അത് ചെയ്യാത്തതുകൊണ്ട് ഗാർലിക് പൗഡർ ഇട്ടു. പൊട്ടിക്കഴിഞ്ഞ് മുളകൊക്കെ ഒന്ന് തീ അണയ്ക്കുവാണ്. ഇനി ഇതങ്ങോട്ട് പകർന്ന് നമുക്ക് ഇതിലേക്ക് ഇളക്കിയാണ് എടുക്കാം. അപ്പോൾ മുത്തശ്ശിയുടെ അത്താഴം കുക്കിംഗ് കഴിഞ്ഞു. ഇതാ പ്രോൺ ബിരിയാണി, പ്ലെയിൻ റൈസ് വേണ്ടവർക്ക് അത്, ക്യാബേജ് മെഴുക്ക് വരട്ടി, ഇതാ പ്രോൺ റോസ്റ്റ് ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുക്കിംഗ് വിശേഷം. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.